കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാജാണ് ഇന്നത്തെ പത്രങ്ങൾ വിലയിരുത്താൻ നമ്മോടൊപ്പം ചേരുന്നത്. ഇന്ന് വാർത്തകൾ നോക്കുമ്പോൾ പല പത്രങ്ങളും പലതരത്തിലുള്ള വാർത്തകളാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. മനോരമ ഇരുമുടിക്കെട്ടിനൊപ്പം പ്ലാസ്റ്റിക് പാടില്ല എന്ന് പറയുന്നു. മാതൃഭൂമിയിൽ ഡേറ്റ വാങ്ങാൻ രാഷ്ട്രീയക്കാരും എന്നുള്ള വാർത്തയാണ് അവരുടെ ഒരു തലക്കെട്ട്. ഇന്നലെയും ഇത് സംബന്ധിച്ച വാർത്തയായിരുന്നു മാതൃഭൂമിയുടെ പ്രധാന വാർത്ത. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിലാണ് മാതൃഭൂമി ആ വാർത്ത പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുമുണ്ട്. ശ്യാമിലേക്ക് തന്നെ നമുക്ക് പോകാം. ശ്യാം, ഇന്നത്തെ പത്രങ്ങളെ വായനക്കാർ ഏതു തരത്തിൽ വിലയിരുത്തുന്നു? ഒപ്പം തന്നെ സജീവ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വായനക്കാർ വിലയിരുത്തുന്നത്? ജോയി പറഞ്ഞതുപോലെ തന്നെ മനോരമ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് ഇന്നലെ ഹൈക്കോടതിയുടെ തീരുമാനമാണ്. ശബരിമലയിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവും ഇറക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ചെക്ക് മടക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനോരമ മറ്റൊരു വാർത്ത നൽകുന്നത്. ചെക്ക് മടങ്ങിയാൽ ചെക്ക് കൊടുത്തയാൾ പരാതിക്കാരന് 20% മുൻകൂർ നൽകണം എന്നാണ് പുതിയ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥ. ഇത് ഈ ബില്ലിന്മേലുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉണ്ട്. പിന്നൊന്ന്, പാലക്കാട് ലോറി ക്ലീനർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. കരാർ ലംഘനം മൂലം വികസന പദ്ധതികൾ ഇനിയും മുടങ്ങില്ല. അത്തരമൊരു ബിൽ രാജ്യസഭയും കടന്നു നേരത്തെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് നേരത്തെ ഇന്നലെ അവർ നൽകിയ വാർത്തയുടെ ഫോളോ അപ്പാണ്. ഡേറ്റ, വ്യക്തിപരമായ വിവരങ്ങൾ ഇന്റർനെറ്റിൽ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്നു എന്നതാണ്. അവർ ഇന്നലെ നൽകിയ വാർത്തയുടെ ഫോളോ അപ്പ് ആയിട്ടാണ് ഡേറ്റ വാങ്ങാൻ രാഷ്ട്രീയക്കാരുമുണ്ട് എന്ന രീതിയിലുള്ള വാർത്ത നൽകുന്നത്. കരിപ്പൂരിൽ നിന്ന് 31 വലിയ വിമാനങ്ങൾക്ക് അനുമതി എന്ന വാർത്തയും അവർ നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ സഹപ്രവർത്തകരായിരുന്ന രണ്ടുപേരെ കാണാതായ വാർത്ത മാതൃഭൂമി ഏറ്റവും ഫ്രണ്ട് പേജിൽ നൽകുകയും ചെയ്യുന്നു. മാതൃഭൂമി ന്യൂസ് സംഘം സഞ്ചരിച്ച തോണി മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി എന്നത് മഴക്കെടുതിയുടെ ഭാഗമായി അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായി രണ്ടുപേരെ അവരെ കാണാതായിരിക്കുന്നു. കാലവർഷക്കെടുതി ലോക്സഭ ചർച്ച ചെയ്യും എന്ന വാർത്ത ജനയുഗവും നൽകുന്നുണ്ട്. ഞാനിപ്പോഴുള്ളത് കാവനാടാണ്. മുസ്തഫ ചേട്ടൻ്റെ കടയുടെ മുന്നിലാണ്. നമുക്ക് ഇവിടെ പരിസരത്തുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. കാലവർഷക്കെടുതി ലോക്സഭ ചർച്ച ചെയ്യും. അത് 5 മണിക്കൂറാണ് അത്തരമൊരു ചർച്ച നടക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, സംസ്ഥാന സർക്കാർ ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എടുക്കുന്ന സമീപനത്തേക്ക് ഏത് രീതിയിലാണ് കാണുന്നത്? കേരളത്തിലെ കാലവർഷം വളരെ നാശം വിതച്ചാണ് പോയത്. ആ ഒരു നാശം വിതച്ചതിനെക്കുറിച്ച് കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും ഉള്ള അനുവാദം നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് കേന്ദ്ര സംഘം വന്ന് കേരളം എന്താണോ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് അതിൻ്റെ പരിസരത്തെത്തുന്ന രീതിയിൽ ഒരു തുക ഇപ്പോൾ അനുവദിച്ചിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാതിരുന്നത് ഒരു വളരെ വേദനാജനകമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോഴ് അനുഭവിക്കുന്ന, അതായത് വളരെ വർഷങ്ങൾക്ക് ശേഷം കാലവർഷം ഇത്രയും വലിയ നാശം വിതച്ച ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടുതലും ഇവിടെ കേരളത്തിൻ്റെ സർക്കാരുമായി സഹകരിച്ച് ഈ ദുരിത നിവാരണത്തിന് ഒരു നല്ല തീരുമാനം എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത് ഒറ്റതിരിഞ്ഞുള്ളൊരു തീരുമാനം പ്രതിഷേധാർഹമാണ്. തീർച്ചയായും. മറ്റൊന്ന്, ശബരിമലയിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം വേണം, ഇരുമുടിക്കെട്ടിലും പ്ലാസ്റ്റിക് വേണ്ട എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു നിർദ്ദേശത്തെ, ഉത്തരവിനെ എങ്ങനെ സ്വാഗതം ചെയ്യും? കാരണം വെച്ചാൽ നമ്മുടെ കേരളം മൊത്തം, ഇന്ത്യ മഹാരാജ്യം മൊത്തം പ്ലാസ്റ്റിക്കാൽ ഇതാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഒരു വലിയ വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ട് ആ ഒരു തീരുമാനത്തോടെ ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തരും അത് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. തീർച്ചയായും. വീണ്ടും ഒരു ആൾക്കൂട്ട കൊലപാതകം നമ്മുടെ പുനലൂരിൽ നടന്ന പോലെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നതുപോലെ, അഞ്ചലിൽ നടന്നതുപോലെയൊക്കെ ഇന്നലെ അത്തരമൊരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായത് ഭോപ്പാലിലാണ്. ഇത്തരമൊരു ആൾക്കൂട്ട കൊലപാതകത്തെ ഏത് രീതിയിലാണ് കാണുന്നത്? അത് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക രീതിയും പൈതൃകവും വെച്ച് നോക്കിയാൽ ഈ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലം, ആ സംസ്ഥാനത്ത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും കുറവ്, അജ്ഞതയാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് കാരണമായി തീരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.
തീർച്ചയായും പത്രവാർത്തയോട് അങ്ങേയറ്റം വ്യക്തമായ നിലപാടുകൾ ഉള്ള ആളുകളാണ് കാവനാട്ടേത്, കൊല്ലത്തെ കാവനാട്ടേത്. ഇതാണ് ഇന്നത്തെ ചായച്ചൂടുമായി ബന്ധപ്പെട്ട് പത്രവാർത്തയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. ജോയ്.